സർവീസും ലഭിച്ചു, 50 രൂപയ്ക്ക് എണ്ണയും കിട്ടി. അടിപൊളി. ബാക്കി ബാലൻസ് കിട്ടാൻ കേട്ടോ. 70 അല്ലേ? 70. ഓക്കെ. ഗായ്സ്, നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ജസ്റ്റ് ഓരോന്ന് ചേഞ്ച് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മാറ്റിയത് 44,500 ആയിരുന്നു. ഇനി ഏകദേശം 3000 കിലോമീറ്ററിന്റെ ഓയിലായിട്ടാണ് നമ്മളന്ന് മാറ്റിയിട്ടുള്ളത്. അതായത് 3000 കിലോമീറ്റർ റണ്ണിങ്ങിനായിട്ടുള്ള ഓയിലാണ് മാറ്റിയിട്ടുണ്ടായിരുന്നത്. നമുക്കിനി 3200 കിലോമീറ്റർ ബാക്കിയുണ്ട്. ആ 3000 പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് 2500 കിട്ടുള്ളൂ. കറക്റ്റ് നമ്മൾ ആക്സിലേറ്ററുമേ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ബൈക്ക് ആയിക്കോട്ടെ, ഇതേപോലുള്ള ഡിയോ സ്കൂട്ടി ആയിക്കോട്ടെ, ഏതാണെങ്കിലും നമുക്ക് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. നമ്മളെ കയ്യുമ്പന അറിയും. നമുക്ക് ഓയിലിൻ്റെ ആ ചേഞ്ച് വ്യത്യാസം നോക്കി മനസ്സിലാകും. അപ്പോൾ 2 ദിവസമായി ഞാനും നോക്കുന്നു. അപ്പോൾ ഇനിയും ഓയിൽ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ എഞ്ചിന് പ്രശ്നമായിട്ട് ഭാവിയിൽ പ്രശ്നമായിട്ട് മാറും. നമ്മളിന്ന് പെട്രോൾ പമ്പിൽ നിന്നാണ് ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മളിവിടെ പയ്യനങ്ങാടി ഒരു പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കാം, ഇനി നമുക്ക് 50 രൂപയുടെ ഫ്യൂവലും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. വർക്ക്ഷോപ്പിൽ കൊടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാട്ടോ. നമ്മളിവിടെ എന്താ വെച്ചാൽ വർക്ക്ഷോപ്പിൻ്റെ ലേബർ ചാർജ് ഇവിടെ ഉണ്ടാവില്ല. അതെന്തായാലും മുന്നോട്ട് പോയി നോക്കിയാലോ. ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളങ്ങനെ ഇന്ത്യൻ ഓയിൽ പമ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് വണ്ടി സെൻട്രൽ സ്റ്റാൻഡിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. സർവോൻ്റെ ഓയിൽ കേട്ടോ. 3000 കിലോമീറ്റർ കിട്ടുന്ന ഓയിൽ കേട്ടോ. അതിൻ്റെ കൂടെ 50 രൂപേൻ്റെ എണ്ണ ഇല്ലേ ഫ്രീ? 50 രൂപയുടെ എണ്ണയും നമുക്ക് ഫ്യൂവൽ ഫ്രീ കിട്ടോ. ഇനി ചേഞ്ച് ചെയ്യാനാണ്. ആദ്യം ഇതിലുള്ള കേടായിട്ടുള്ള ഓയിൽ സക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് വേണ്ട, ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് അത്രയും ബ്ലാക്ക്, അത്രയും നമ്മളതിലുള്ള ഓയിൽ കരിഞ്ഞു പോയിട്ടുണ്ട്. അത് ഈ മെഷീനിലൂടെ സക്ക് ചെയ്യുന്നു. ശരിക്കണ. അപ്പോൾ നമ്മൾ വാഹനം 2 സൈഡിലോട്ടും ചെരിച്ചിട്ട് ഇതിൻ്റെ അടിയിലുള്ള മാക്സിമം ഊറ്റാവുന്ന അത്ര മാക്സിമം ബാഡായിട്ടുള്ള ഓയിലും സക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബുദ്ധിതായിട്ടുള്ള ഓയിൽ നമുക്ക് ഒഴിക്കാം. പെട്രോൾ പമ്പിൽ നിന്ന് നമ്മൾ ഈ ഓയിൽ ഇതേപോലെ ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ, ഒന്നാമത് നമുക്ക് ഇതിൻ്റെ കൂടെ നല്ല ഓയിലും കിട്ടും, മാത്രമല്ല ഒരു 50 രൂപയ്ക്ക് ഫ്യൂവലും ലഭിക്കും, നല്ലൊരു സർവീസും ലഭിക്കും. അതാണ് പ്രത്യേകത. ഓക്കെ, അത് ഓയിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ടുള്ളതാണ്. ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റിൻ്റെ പരിപാടിയേ ഉള്ളൂ നമുക്ക് ഇവിടെ പെട്രോൾ പമ്പിലൊക്കെ ഓയിൽ ചേഞ്ചിനായിട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ വെച്ചാൽ ഒരു 50 രൂപയുടെ എണ്ണ കേട്ടോ. നമ്മൾ മറ്റേ പിടുത്തം വിടണമായിരിക്കും. വെറൈറ്റി പാട്ടൊക്കെ കേട്ടോ. അപ്പോൾ വെച്ചാൽ ഒരു 150 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട്. 50 രൂപ കൂടെ നമ്മൾ 100 രൂപ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 50 രൂപയ്ക്ക് എണ്ണയും കിട്ടി, സർവീസും കിട്ടി, ഓയിലും ചേഞ്ച് ചെയ്തു. അടിപൊളി. അങ്ങനെ ടോട്ടൽ നമുക്കായത് 330 രൂപ കേട്ടോ. 330 രൂപയ്ക്ക് 3000 കിലോമീറ്റർ റൺ ചെയ്യാനുള്ള
ഓയിലിപ്പോൾ മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഒരു 70 രൂപ കിട്ടാണ്ട്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോകാം. ഈ ഏട്ടനാണ് മാറ്റി തന്നത് കേട്ടോ. ബാക്കി ബാലൻസ് കിട്ടാണ്ട് കേട്ടോ. 70 അല്ലേ? 70. ഓക്കെ, താങ്ക് യു. അപ്പോൾ മച്ചന്മാരെ 70 രൂപ ബാലൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ പോവാം. അപ്പോൾ മച്ചന്മാരെ ഈ തിരൂരുള്ള ഈ പൈനങ്ങാടി പമ്പുണ്ടല്ലോ, നല്ല സർവീസ് കേട്ടോ. ഇവിടെ ഓയിൽ ചേഞ്ചിനൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടുള്ള നമ്മുടെ സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്തത്. നമുക്ക് സർവീസും ലഭിച്ചു, 50 രൂപയ്ക്ക് എണ്ണയും കിട്ടി. അടിപൊളി. അപ്പോൾ മച്ചന്മാരെ 330 രൂപ കേട്ടോ നമുക്ക് ടോട്ടൽ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നല്ല മൂവ് ചെയ്യാം. നെക്സ്റ്റ് ഒരു കിടലൻ വീഡിയോയിൽ കാണാം. ഓക്കെ.